നമുക്കൊരു ബാത്ത് പൗഡർ തയ്യാറാക്കാം. അതായത് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ചൂടുകുരു, അതേപോലെ തന്നെ പുറത്തുണ്ടാവുന്ന കുരുക്കൾ, അതേപോലെ തന്നെ വേർപ്പുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അതൊക്കെ നമ്മൾ നീക്കിയിട്ട് നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആക്കാനും അതേപോലെ തന്നെ സ്കിൻ നമ്മുടെ കളറ് ഒരുപാട് ലൈറ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാത്ത് പൗഡർ നമുക്ക് ഇന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ വേണം നമുക്ക് വീഡിയോ കാണേക്കാളും മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ബാത്ത് പൗഡറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കടല, 1 കപ്പ് ചെറുപയർ, 3/4 കപ്പോളം അരി, 1 കപ്പോളം മൈസൂർ പരിപ്പ്, പിന്നെ വേണ്ടത് നമുക്ക് നമ്മുടെ നാടൻ റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഉണങ്ങിയത്. ഇത് നമുക്ക് നാടൻ പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. പിന്നെ വേണ്ടത് ഒരു 2-3 ജാതിക്ക. അതിനുശേഷം നമുക്ക് കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ നാടൻ മഞ്ഞൾ ഉണങ്ങിയത് ഒരു 4-5 പീസ്. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു പിടിയോളം ആര്യവേപ്പിൻ്റെ ഇലയും കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഉണങ്ങിയതുമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ടില്ല, അപ്പോൾ നമുക്ക് പൊടിക്കുമ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് പൊടിക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ബാത്ത് പൗഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വെയിലത്തിട്ടിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ പൊടിച്ചെടുത്ത ബാത്ത് പൗഡർ നമുക്കൊരു ടൈറ്റായിട്ടുള്ള ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നറിലോ നമുക്ക് അടച്ച് സൂക്ഷിക്കാം. ഏകദേശം 1 മാസത്തോളം നമുക്കിത് കേടുകൂടാതെ ഇരിക്കാവുന്നതാണ്. നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന കടലയും ചെറുപയറും നമ്മുടെ ദേഹത്തുള്ള അഴുക്കുകളൊക്കെ നീക്കം ചെയ്യാൻ സഹായിക്കും. പിന്നെ നമ്മൾ മൈസൂർ പരിപ്പ്, അത് നമ്മുടെ സ്കിന്നിൻ്റെ നിറം കൂട്ടാൻ ഒരുപാട് സഹായിക്കുക മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഭയങ്കര സ്മൂത്ത്നെസ് കൊണ്ടുവരാൻ സഹായിക്കും. ആര്യവേപ്പും മഞ്ഞളും നമ്മുടെ ദേഹത്തുള്ള കുരുക്കൾ, അതുപോലെ തന്നെ ചൂടുകുരു, ഇങ്ങനത്തെയൊക്കെ വരാതിരിക്കാൻ ഒരുപാട് സഹായിക്കും. ഇത് നല്ലൊരു ബാത്ത് പൗഡർ മാത്രമല്ല, നമ്മുടെ വെയിൽ കൊണ്ടുള്ള കരിവാളിപ്പ് മാറ്റാനുള്ള ഒരു ബെസ്റ്റ് പാക്കും കൂടിയാണ്. അപ്പോൾ നമുക്ക് നല്ല വെയിൽ കൊണ്ടിട്ടൊക്കെ ഈ സമ്മറാണ് വരുന്നത്, സമ്മറിലൊക്കെ നന്നായിട്ട് വെയിൽ കൊണ്ട് ടാൻ വരുമ്പോൾ ടാൻ റിമൂവലായിട്ട് ഈ ഒരു പാക്ക് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു 3 ടീസ്പൂൺ ബാത്ത് പൗഡറും പിന്നെ ഒരു 3 സ്പൂണോളം തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ കാലിലൊക്കെ അപ്ലൈ ചെയ്യാം. ഞാനിന്ന് ഒരു കയ്യിൽ മാത്രമാണ് അപ്ലൈ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് 2 കൈൻ്റെയും മനസ്സിലാവും. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഇത് വെച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാം.